ഇളവൂർ സെന്റ് ആന്റണീസ് പള്ളിയിൽ ജോർജ് നെല്ലിശ്ശേരി അച്ഛൻ്റെ സംസ്കാര ശുശ്രൂഷകൾ നടക്കുമ്പോൾ തോന്നിയാസങ്ങൾ ചെയ്തു കൂട്ടിയ സഭാ നേതൃത്വവും വൈദികരും അരുതാത്തതൊക്കെ ചെയ്ത് ആകെ അലങ്കോലമാക്കിയ ഇടവകയിലെ കലഹപ്രിയരും കൂടി അച്ഛൻ്റെ ആത്മാവിനെയും ഓർമ്മകളെയും അപമാനിച്ചിട്ട് അതിനെയെല്ലാം ന്യായീകരിച്ചും സത്യവിശ്വാസികളെ കുറ്റപ്പെടുത്തിയും ചിലർ കളത്തിലിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അരിയും നിന്ന് ആശാരിച്ചയും കടിച്ചു പിന്നെയും പട്ടിക്ക് മുറുമുറുപ്പ് എന്ന ചൊല്ല് യാഥാർത്ഥ്യമായി. ജോയ് ചാക്യാത്ത് എന്നൊരു വൈദികൻ്റെ മുറുമുറുപ്പ് ആദ്യമെടുക്കാം. ആളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വൈദികനെന്ന് ചേർക്കുന്നത്, ആരും തെറ്റിദ്ധരിക്കല്ലേ. അയാളുടെ ഈ ചെറുകുറിപ്പിൽ ഭാഷാപരമായ 1/2 ഡസനിലധികം തെറ്റുകളുണ്ട് എന്നത് പോട്ടെ. ശുദ്ധ അസംബന്ധവും വിഷവും വിദ്വേഷവും നിറഞ്ഞതാണ് എന്നതുകൊണ്ട് ഇത് ചുമ്മാ അവഗണിക്കാൻ പറ്റില്ല. വൈദികൻ എന്ന അർത്ഥത്തിൽ അച്ഛൻ എന്ന് എഴുതേണ്ടിടത്ത് പിതാവ് എന്ന അർത്ഥം വരുന്ന അച്ഛൻ എന്നാണ് 4 തവണ അയാൾ ഈ ചെറിയ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. അതും മറന്നേക്കാം. പക്ഷേ അയാളുടെ ചില ന്യായങ്ങളും നോക്കാം. അപ്രതീക്ഷിതമായി അന്ത്യയാത്ര പറഞ്ഞ അച്ഛനോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ കളമശ്ശേരി പള്ളിയിലും അച്ഛൻ്റെ ഭവനത്തിലും ഇളവൂർ ഇടവക ദേവാലയത്തിലും എത്തി പ്രാർത്ഥിച്ച് അനുശോചനങ്ങളും കൂട്ടായ്മകളും അറിയിച്ച അഭിവന്യ പിതാക്കന്മാർക്കും വൈദികർക്കും എല്ലാ സുഹൃത്തുക്കൾക്കും പ്രത്യേകം നന്ദി. ഒരു കാര്യം ശ്രദ്ധിക്കണേ, അനുശോചനങ്ങളും കൂട്ടായ്മകളും അറിയിച്ച അഭിവന്യ പിതാക്കന്മാർക്കും വൈദികർക്കും. ഈ വാക്കുകളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ശാന്തമായി ഒഴുകുന്ന പുഴ പോലെ സമ്പന്നമായ സൗഹൃദത്തിലും സന്തോഷത്തിലും കഴിയുന്ന ഇളവൂർ പള്ളി ഇടവകാംഗങ്ങളെ ഒരുമിപ്പിച്ച് നയിക്കുന്ന ബഹുമാനപ്പെട്ട ജോണച്ചനും ഒപ്പം നിന്ന് അഭിമാനപൂർവ്വമായി യാത്രയപ്പ് ജോർജ് അച്ഛന് നൽകുന്നതിന് തയ്യാറായ എല്ലാ ഇടവകാംഗങ്ങൾക്കും നന്ദി പറയുന്നു. ജോയ് ചാക്യാത്തച്ച സഭയുടെ സകല കൽപ്പനകളെയും ധിക്കരിച്ച് നിയമവിരുദ്ധ കുർബാന ചൊല്ലുന്ന വൈദികൻ ജോൺ പൈനങ്കൽ ഇടവകാംഗങ്ങളെ ഒന്നിപ്പിച്ച് നയിക്കുന്നു എന്ന് പറയുന്നത് എന്തൊരു അസംബന്ധമാണ്. ഇളവൂർ ഇടവകയിൽ വിശ്വാസികളെ സഭയിൽ നിന്ന് ഭിന്നിപ്പിച്ച് നിർത്തുന്ന വൈദികനാണ് ജോൺ പൈനങ്കൽ എന്ന് പറയൂ. ജോയ് ചാക്യാത്ത് ബഹുമാനപ്പെട്ട ജോർജ് അച്ഛനെ ആദരിക്കാൻ എന്ന വ്യാജേന അവിടെ എത്തി അസ്വസ്ഥത സൃഷ്ടിക്കാൻ ചിലരെങ്കിലും തുനിഞ്ഞത് വളരെ മോശമായി. ഇവിടെ ജോയ് ചാക്യാത്ത് സഭയോട് വിധേയത്വവും ജോർജ് അച്ഛനോട് തികഞ്ഞ ആദരവുമുള്ള ആയിരക്കണക്കിന് വിശ്വാസികളെ താൻ വ്യാജന്മാരാക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സഭ വിലക്കിയ കുർബാനയെ ആവുന്നത്ര എതിർത്തും സഭ വിധിച്ച കുർബാനയ്ക്ക് വേണ്ടി ശക്തമായി വാദിച്ചും പൊരുതിയ ജോർജ് അച്ഛൻ്റെ അന്ത്യയാത്രയിൽ ജനാഭിമുഖ കുർബാന ചൊല്ലി അപമാനിച്ചത് നിങ്ങളല്ലേ? തുപ്പൽ കോളാമ്പിയിൽ പായസം വിളമ്പി സൽക്കരിക്കുന്നതാണോ സൽക്കാരം? അതാണോ ആദരം? പ്രമേഹ രോഗിക്ക് പഞ്ചസാര കലക്കി കൊടുക്കുന്നതാണോ അതിഥി സൽക്കാരം, ആതിഥ്യ മര്യാദ? സഭ വിലക്കിയ കുർബാനയെ സർവശക്തിയോടും കൂടി എതിർത്ത നെല്ലിശ്ശേരി അച്ഛനെ സഭ വിലക്കിയ കുർബാന തന്നെ ചൊല്ലി യാത്രയാക്കുന്നതിലും വലിയ അപമാനം എന്തുണ്ട് ചാക്യാത്ത് കത്തനാരെ? ചാക്യാത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുടെ നടുവിലും വ്യക്തിബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിയ ജോർജ് അച്ഛൻ ഒരിക്കലും ക്ഷമിക്കുകയില്ല. ജോയ് ചാക്യാത്തച്ച ജോർജ് അച്ഛൻ്റെ ആഗ്രഹങ്ങളെയും ആദർശങ്ങളെയും അപഹസിക്കുകയും കുത്തിനോവിക്കുകയും ചെയ്ത താനടക്കമുള്ള വൈദികരോടും ചുമതലകളിൽ നിന്ന് ഒളിച്ചോടിയ സഭാ നേതൃത്വത്തോടും അച്ഛൻ ക്ഷമിക്കില്ല എന്നാണ് പറയേണ്ടത്. പക്ഷേ അങ്ങനെ പറയുന്നില്ല. കാരണം അച്ഛൻ നിങ്ങളെപ്പോലെയല്ല, അദ്ദേഹം നന്മയുള്ളവനാണ്, ക്ഷമിക്കും എന്ന് ഞങ്ങൾക്കറിയാം. ജോർജ് അച്ഛനെ പറ്റി ഇപ്പോൾ ഇതുപോലത്തെ നല്ല വാക്കുകൾ കുറിക്കുന്ന താൻ എന്തെങ്കിലും ജോർജ് അച്ഛൻ്റെ നിലപാടിനെ അംഗീകരിക്കുകയോ അഭിനന്ദിക്കുകയോ ചെയ്തിട്ടുണ്ടോ? വ്യാജ വൈദിക. അച്ഛനോടൊപ്പമുള്ള അവസാന മണിക്കൂറുകളിൽ ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചവരും അതിനൊത്താശ ചെയ്തവരും കുറ്റക്കാരാണ്. ചാക്യാത്ത് ജോയി നെല്ലിശ്ശേരി അച്ഛൻ ഇരുന്ന ക്യുസാറ്റ് സെൻറ് ജോൺസ് പള്ളിയിൽ രാവിലെ തടിച്ചുകൂടിയ ആയിരങ്ങൾ തന്നെയാണ് ഇളവൂരിലും എത്തിയത്. സെൻറ് ജോൺസ് പള്ളിയിൽ സഭാവിധി പ്രകാരം ശാന്തമായും മാന്യമായും ചടങ്ങുകൾ നടന്നു. അവിടെ താനോ മറ്റ് വിമത വൈദികരോ വന്നില്ലല്ലോ. കാരണം ചെകുത്താൻ കുരിശ് കാണുന്നത് പോലെയാണ് നിങ്ങൾക്ക് ഏകീകൃത കുർബാന. അവിടെ വന്ന ആളുകൾ തന്നെ ഇളവൂരിലെത്തിയത് അതേ ആദരം കൊണ്ടാണ്, പ്രശ്നമുണ്ടാക്കാനല്ല. ഇളവൂരിൽ പ്രശ്നമുണ്ടാക്കിയത് അവിടത്തുകാർ തന്നെയാണ് എന്നതിന് വേറെ എന്ത് തെളിവ് വേണം? സഭ വിലക്കിയ കുർബാനയിൽ പങ്കെടുക്കരുത് എന്നും അങ്ങനെയുള്ളവരെ പിന്തിരിപ്പിക്കണമെന്നുമല്ലേ സീനഡ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടത്? ആ നിലയ്ക്ക് ഇവിടെ നിഷിദ്ധ കുർബാന ചൊല്ലി അച്ഛനെ അപമാനിക്കരുത് എന്ന് വിളിച്ചുകൂവി പള്ളിക്കുള്ളിൽ തടസ്സമുണ്ടാക്കാമായിരുന്നിട്ടും അത് ചെയ്യാതെ പ്രതിഷേധം അറിയിക്കാൻ മാന്യമായും മൗനമായും സത്യവിശ്വാസികൾ പുറത്തിറങ്ങിയത് അന്തരിച്ച വൈദികനോടുള്ള ആദരം കൊണ്ടും ആ കുടുംബത്തോടുള്ള അനുഭാവം കൊണ്ടുമാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം.
അങ്ങനെ പുറത്തിറങ്ങിയവരെ തെരുവിളിച്ചും തല്ലാൻ ശ്രമിച്ചും ചീറിയെടുത്തത് മദ്യപിച്ച് ലക്കുകെട്ട ഇളവൂരിലെ അക്രമികളാണ്. അവരാണ് നെല്ലിശ്ശേരി അച്ഛനും ആ കുടുംബത്തിനും ഇടവകയ്ക്കും നാണക്കേടുണ്ടാക്കിയത്. ആരാണ് അവർക്ക് മദ്യസൽക്കാരം നടത്തിയതെന്നതിന് കൃത്യമായ തെളിവ് ഇവിടെ ചിലരുടെ കയ്യിലുണ്ട്. ചക്കയത്ത് പറയുകയാണ്, കളമശ്ശേരിയിൽ വന്ന് പ്രാർത്ഥിച്ച മെത്രാപ്പോലീത്തായും പിന്നീട് പ്രാർത്ഥനയ്ക്കെത്തിയ മെത്രാന്മാരും വിഭാഗീയത ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിന് പകരം വിഭാഗീയത വളർത്തുന്നതിന് വളം വയ്ക്കുകയായിരുന്നു. ഇത് തീർത്തും അസ്വീകാര്യമാണ്. നോക്കണേ, ഒരു വിമത വൈദികൻ തുപ്പുന്ന വിഷം. സഭ കൽപ്പിച്ച കുർബാന ചെല്ലാൻ വെളിപ്പാട് ദൂരത്തിൽ വസിക്കുന്ന തട്ടിലിനും പാമ്പ്ലാനിക്കും ആംബിയറില്ലാതിരിക്കെ 100 കിലോമീറ്റർ അകലെ നിന്ന് രാത്രിയിൽ പുറപ്പെട്ട് കളമശ്ശേരിയിലെത്തി ഏകീകൃത കുർബാന ചൊല്ലാൻ ആർജവം കാണിച്ച തോമസ് തറയിൽ മെത്രാനെ വിഭാഗീയത വളർത്തിയ മെത്രാനെന്ന് ഇയാൾ കുറ്റപ്പെടുത്തുകയാണ്. അവിടെ എത്തിയ മറ്റു മെത്രാന്മാരെയും അയാൾ ഇതേ ഭാഷയിൽ ആക്ഷേപിക്കുന്നു. അന്തരിച്ച വൈദികന്റെ രൂപതയിലെയും സീറോ മലബാർ സഭയുടെ തന്നെയും അധിപന്മാരായ തട്ടിലും പാമ്പ്ലാനിയും അവരുടെ ചുമതലകൾ നിർവഹിക്കാത്തതിൽ നിങ്ങൾ തെറ്റൊന്നും കാണുന്നില്ല അല്ലേ? ഇയാൾ ഏത് ഇനത്തിൽപ്പെട്ട ജീവിയാണ്? ഇത്തരം വിഷജീവികളാണ് എറണാകുളത്തെ വിശ്വാസികളെയും ഈ സഭയെയും നശിപ്പിക്കുന്നതും നാറ്റിക്കുന്നതും കളങ്കപ്പെടുത്തുന്നതും. നമ്മുടെ അതിരൂപതയിലാണ് വിശ്വാസ പരിശീലന പ്രവർത്തനം ഏറ്റവും മനോഹരമായിട്ട് നടക്കുന്നത്. കുടുംബ പ്രേക്ഷിത വിഭാഗം, ഫാമിലി പ്രൊസലേറ്റ് ഏറ്റവും ഭംഗിയായിട്ട് നടക്കുന്നത്. നമ്മുടെ സാമൂഹ്യ സേവന വിഭാഗം, സോഷ്യൽ സർവീസസ്, പിന്നീട് അത് സഹൃദയ എന്ന പേരിലായല്ലോ, അത് ഏറ്റവും ഭംഗിയായിട്ട് നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലാണ്. അന്ന് അച്ഛനെ റിന്യൂവൽ സെൻ്ററിൽ വെച്ച് കണ്ടിട്ടുണ്ട്. മറ്റ് പല രൂപതകളിൽ നിന്നും ഡയറക്ടർമാരും ഇതുപോലെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരൊക്കെ അവിടെ വന്ന് നമ്മുടെ വിശ്വാസ പരിശീലന പ്രവർത്തനത്തെ, നമ്മുടെ സാമൂഹ്യ സേവന പ്രവർത്തനത്തെ, കുടുംബ പ്രേക്ഷിത പ്രവർത്തനത്തെയൊക്കെ നോക്കിക്കാണാൻ, പഠിക്കാൻ, എന്നിട്ട് അവരെ രൂപതകളിൽ കൊണ്ടുപോയി അത് നടപ്പിലാക്കാൻ. അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനം നൽകുന്ന രൂപത എന്ന് പറയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയാണ്. അഭിമാനപൂർവ്വം അതുകൊണ്ട് നമുക്കത് ഓർക്കാം. ഇതെവിടെ നിന്ന് ആരംഭിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ജനാഭിമുഖ കുർബാനയിലൂടെ ദൈവജന പങ്കാളിത്തത്തോടെ നടക്കുന്നതാണ്. അപ്പോൾ ജനാഭിമുഖ കുർബാന ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവജന പങ്കാളിത്തം ഇല്ലാതാകുന്നു എന്നാണ്. നമുക്കറിയാം, നമ്മുടെ എറണാകുളത്തെ വിമത വൈദികർ വിശ്വാസികളെ പറഞ്ഞു പറ്റിക്കുന്നത് എങ്ങനെയെന്നറിയാൻ ഇയാളുടെ ഈ വാക്കുകൾ മതി. സീറോ മലബാർ സഭയിലെ 34 രൂപതകൾക്കും മാതൃകയാണ് എറണാകുളം രൂപത. അതിൻ്റെ കാരണം ഇവിടുത്തെ ആഴമേറിയ വിശ്വാസ പരിശീലനമാണ്, ജനാഭിമുഖ കുർബാനയാണ്, ശക്തമായ സാമൂഹ്യ സേവനമാണ് എന്നൊക്കെ ഇയാൾ തട്ടിവിടുന്നുണ്ട്. ചക്കിയത്ത് ജോയി, അനുസരണക്കേട്, വിശ്വാസരാഹിത്യം, വൈദിക കലാപം, ഭിന്നിപ്പ്, പാഷണ്ഡത, സഭയുടെ സ്വത്ത് മോഷണം, മറ്റ് പല പല കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവയ്ക്ക് ഏറ്റവും നല്ല മാതൃകയാണ് എറണാകുളം എന്ന് തിരുത്തിയാൽ മതി. ഒരു രൂപത എങ്ങനെ ആയിരിക്കരുത് എന്നതിൻ്റെ ഏറ്റവും നല്ല മാതൃകയുമാണ് എറണാകുളം എന്നുകൂടി ചേർത്താൽ ഫസ്റ്റ്. ചക്കയത്ത് ജോർജ് അച്ഛൻ്റെ ബിൽപത്രത്തിൽ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് എഴുതി വെച്ചിരുന്നു എന്നൊരു തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടാണ് ആളുകൾക്കിടയിൽ തർക്കമുണ്ടാക്കാൻ ചിലർ ആഹ്വാനം നൽകിയത്. ചക്കയത്ത് ജോയി, അങ്ങനെ ഒരു വാർത്ത ആരും പ്രചരിപ്പിച്ചില്ല. നെല്ലിശ്ശേരി അച്ഛൻ ബിൽപത്രത്തിൽ എഴുതിയത് ഇങ്ങനെയാണ്: ഞാൻ എന്നെ തന്നെ ദൈവകരുണയ്ക്ക് പൂർണ്ണമായും സമർപ്പിച്ചിരിക്കുന്നത് കൊണ്ട് എൻ്റെ ആത്മശാന്തിക്കായി ആരും ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല. മേജറിൻ്റെയോ വികാരിയുടെയോ കുർബാനയോ ഒപ്പീസോ ഒത്താശയോ ഒന്നും തൻ്റെ ആത്മരക്ഷയ്ക്ക് ആവശ്യമില്ലെന്ന് നെല്ലിശ്ശേരി അച്ഛന് പണ്ടേ ഉറപ്പുണ്ടായിരുന്നു. ജോയി ചക്കയത്ത് പറയുകയാണ്, ഇളവൂർ ഇടവകാംഗങ്ങളുടെ ജാഗ്രതയും ആത്മസംയമനവും മരിച്ചയാളോടുള്ള ആദരവും അവിടെ വന്നെത്തിയ എല്ലാവർക്കും വലിയ മാതൃകയായിരുന്നു. കഷ്ടം. ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞ് തടി തപ്പണ്ട കത്തനാരെ. താനീ പറഞ്ഞ ആദരവും ആത്മസംയമനവും ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ആരും ഈ കോലാഹലമൊന്നും ഉണ്ടാക്കില്ലായിരുന്നു. ഇതാണോ ഇളവൂർ നൽകുന്ന മാതൃക? ഇത് ഞങ്ങളുടെ ഇടവകയാണ്, ഇവിടുത്തെ കാര്യം ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ആക്രോശിച്ച അക്രമികളോട് ആയിക്കോട്ടെ, പക്ഷേ ഇത് ഞങ്ങളുടെ അച്ഛനാണ്, ഞങ്ങൾ പങ്കെടുക്കും എന്നാണ് അന്യനാട്ടുകാർ മറുപടി കൊടുത്തത്. ഒരു വൈദികന്റെ മരണാനന്തര ചടങ്ങിൽ ഇടവകക്കാർ മാത്രമേ പങ്കെടുക്കാവൂ എന്ന് കരുതുന്നവരല്ലേ ഇത്തരം ന്യായം പറയൂ? അത് വിഡ്ഢിത്തമല്ലേ? വീണ്ടും, ഇളവൂർ സെൻ്റ് ആൻ്റണീസ് ഇടവകയുടെ യശസ് ഒരു പടി കൂടി ഉയർത്താൻ ഇന്നലെ നിങ്ങൾക്ക് കഴിഞ്ഞു. ചക്കത്ത് പറയുകയാണ്, ജോർജ് നെല്ലിശ്ശേരി അച്ഛൻ ഇളവൂർ ഇടവകയ്ക്ക് ഉണ്ടാക്കിയെടുത്ത യശസ് തട്ടിലും പാമ്പ്ലാനിയും ജോൺ പയ്യനെങ്കിലും ജോയി ചക്കത്ത് ഉൾപ്പെടുന്ന വിമത വൈദികരും അക്രമികളായ നാട്ടുകാരും കൂടി നശിപ്പിച്ചു എന്നല്ല പറയേണ്ടത്. സാത്വികനും സത്യവിശ്വാസിയുമായ ഒരാൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെ: രണ്ടാമതൊരു കുർബാന ചൊല്ലി അവഹേളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു.
വെളിച്ചപ്പാടിന് വയറ്റാട്ടി കൂടാൻ ചക്കിയത്ത് പിതാവ് വരണ്ടായിരുന്നു. തറയിൽ പിതാവ് യൂണിവേഴ്സിറ്റി പള്ളിയിൽ ബലിയർപ്പിച്ചതിന് ശേഷം സംസ്കാര കർമ്മങ്ങൾ ഭവനത്തിലും അതിനുശേഷമുള്ള കർമ്മങ്ങൾ 1 മണിക്കൂർ ദേവാലയത്തിൽ പൊതുദർശനത്തിനും വെച്ച ശേഷം നടത്തിയിരുന്നുവെങ്കിൽ ഈ കോലാഹലങ്ങൾ ഒഴിവാക്കാമായിരുന്നു. പള്ളി വികാരിയും ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു. അന്യമതസ്ഥരുടെ ഇടയിൽ രാഷ്ട്രീയക്കാരെ പോലെ വന്യപുരോഹിതന്റെ മൃതദേഹം വെച്ചുള്ള കളി അത്യന്തം അപലപനീയമാണ്. കർത്താവിനെ മറന്ന് സഭയ്ക്ക് വിരുദ്ധമായി എടുക്കുന്ന സകല നിലപാടുകളും സാത്താൻ്റെ നിലപാടുകളാണ് എന്ന് പാംപ്ലാനി പറഞ്ഞതായി മാധ്യമങ്ങളിൽ കാണുന്നു. അത് പാംപ്ലാനി നിഷേധിച്ചിട്ടില്ല, അയാൾ തന്നെ പറഞ്ഞതാണ് എന്ന് വ്യക്തമാണല്ലോ. അങ്ങനെയെങ്കിൽ സഭയെ അനുസരിക്കാത്ത വൈദികരും അവരുടെ തലവനായ തട്ടിലും പാംപ്ലാനിയും ഈ സഭയിലെ സാത്താന്മാരാണെന്ന് പാംപ്ലാനി തുറന്ന് സമ്മതിക്കുകയല്ലേ? മൂഴിക്കുളം ഫൊറോനായിലെ തന്നെ ഒരു കന്യാസ്ത്രീയുടെ വ്രതവാഗ്ദാനത്തിൻ്റെ 25-ാം വർഷം സിൽവർ ജൂബിലി ആഘോഷിക്കാൻ അവർ അപേക്ഷിച്ചിട്ട് ആ ഇടവക വികാരി സമ്മതിക്കാതിരിക്കുകയും സഭാതലവന്മാരെ കണ്ട് പരാതി അറിയിക്കുകയും പോലീസിൽ പരാതി കൊടുക്കുകയും കോടതിയിൽ നിന്ന് വിധി മേടിക്കുകയും ചെയ്തിട്ട് ആ പരിപാടി നടത്താതെ പള്ളി പൂട്ടി മുടക്കിയ സഭാ നേതൃത്വമേ, നിങ്ങളാണോ മാന്യമായി വിശ്വാസികളുടെ കാര്യങ്ങൾ നടത്തിക്കൊടുക്കുന്നത്? നിങ്ങൾ തന്നെയല്ലേ ഈ നെല്ലിശ്ശേരി അച്ഛനെയും അപമാനിച്ചത്? ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. അൽഫോൻസാമയുടെ ആത്മീയ ഗുരുവായിരുന്ന ഫാദർ റോമുളൂസ് CMI പറഞ്ഞ പ്രസംഗത്തിൽ ഒരു വാക്യം ഇങ്ങനെയായിരുന്നു: ജീവിച്ചിരുന്ന അൽഫോൻസാമയെ തിരിച്ചറിയാത്ത മെത്രാന്മാർ ഉൾപ്പെടെയുള്ള വ്യക്തികൾ ഈ കബറിടത്തിൽ വന്ന് മുട്ടുകുത്തുന്ന ഒരു കാലം വരും. ജീവിച്ചിരുന്ന നെല്ലിശ്ശേരി അച്ഛനെ ഒട്ടും മാനിക്കാത്ത വിമത വൈദികരും മെത്രാൻ സംഘവും നെല്ലിശ്ശേരി അച്ഛനെ ഓർത്ത് മനസ്തപിക്കുന്ന ഒരു കാലം വരും. ഓർത്തു വെച്ചു.